ഹലോ മൈ ഡിയർ പാരന്റ്സ്, ഇറ്റ്സ് മീ മോംസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഡെയിലി റുട്ടീനിലെ ഒരു പ്രധാന പാർട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് അവരുടെ ഹോംവർക്ക് ടൈം. പല വീടുകളിലും ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യുദ്ധക്കളമായിട്ട് മാറാറുണ്ട്. കുട്ടികൾക്ക് ടെൻഷന്, പ്രഷർ, പാരന്റ്സിന് ഫ്രസ്ട്രേഷൻ, അതോടെ പഠിക്കാനുള്ള കംപ്ലീറ്റ് മൂഡ് നഷ്ടപ്പെട്ടു പോകും അല്ലെ. പക്ഷെ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് മാർക്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത്, അവർക്ക് പഠനത്തെ സ്നേഹിക്കാൻ കൂടിയിട്ട് പറ്റണം. ഓക്കെ, സോ അവരുടെ പഠനം ഒരു കളിയിലൂടെ ആയിരിക്കണം. ഓക്കെ, ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠനം ഒരു ഗെയിം പോലെ ഫീൽ ചെയ്യണം. അതൊരിക്കലും അവർക്കൊരു ബേർഡൻ ആയി തോന്നരുത്. സോ ഈ ആക്ടിവിറ്റീസിലൂടെയും അതുപോലെ തന്നെ ചെറിയ ഗെയിംസിലൂടെയും സ്റ്റോറീസിലൂടെയൊക്കെ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത് എഴുത് എന്ന് മാത്രം പറയുന്നതിന് പകരം നമുക്ക് രണ്ടു പേർക്കും കൂടെ വായിച്ചു നോക്കാം, നമുക്ക് രണ്ടു പേർക്കും കൂടെ ഇതിലെ വർക്ക്സ് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം, ചെയ്തു നോക്കാം എന്നൊക്കെ പറയാം. രണ്ടാമത്തത്, കുട്ടികളെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ശരിയായ ടൈം നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കുട്ടികൾക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. അവർക്കും റെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം. കുട്ടികളെ കുറച്ച് സമയം കളിക്കാൻ വിടുക, ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ അവരുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് തിങ്, വീട്ടില് ഒരു പീസ്ഫുൾ ലേണിംഗ് സ്പേസ് മക്കൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. TV സൗണ്ട്, ഫോൺ സൗണ്ട്, ബാക്കിയുള്ള നോയ്സ് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരെ പഠിപ്പിക്കുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അവർക്കൊരു നല്ല സ്റ്റഡി ടേബിള്, ഒരു സ്റ്റഡി കോർണർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, വേർഡ്സ് ക്യാൻ ബിൽഡ് ഓർ ബ്രേക്ക് കോൺഫിഡൻസ്. അതായത് നമ്മുടെ കുട്ടി പഠിക്കുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ മിസ്റ്റേക്ക് ചെയ്താൽ അവരോട് ഉടനെ കയറിയിട്ട് ദേഷ്യപ്പെടരുത്. അതിന് പകരം നീ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ, പ്രശ്നമില്ല, അമ്മ ഉണ്ടല്ലോ ഇവിടെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അത് അവരുടെ കോൺഫിഡൻസ് വളർത്തും എന്നുള്ളതാണ്. ലാസ്റ്റ് തിങ്, പാരന്റ് ഈസ് എ ഗിഫ്റ്റ്, നോട്ട് പ്രഷർ ഗിവർ ഓർ എ പ്രഷർ മെഷീൻ. അതായത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്, അവർക്കൊരു സേഫ് ആയിട്ടുള്ള സോണാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാം. സ്കൂളിൽ അവർക്ക് ഓൾറെഡി ഒരു ടീച്ചർ ഉണ്ട് അല്ലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഹോം ഷുഡ് ബി എ പ്ലേസ് ഓഫ് ലവ്, നോട്ട് സ്ട്രെസ്. അവസാനമായിട്ട് എനിക്ക് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, ഹോംവർക്ക് ഒരു യുദ്ധം ആക്കേണ്ട ആവശ്യമില്ല. അതൊരു ചെറിയ ബോണ്ടിങ് ടൈം ആക്കിയിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുക. അതായത് നമ്മുടെ കുട്ടിയും നമ്മളും തമ്മിൽ ചേർന്നിരിക്കുന്ന, സ്പെൻഡ് ചെയ്യുന്ന, പഠിക്കുന്ന ഒരു മൊമെന്റ് ആക്കിയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. പീസ്ഫുൾ ഹോം ക്രിയേറ്റ്സ് ഹാപ്പി ലേണേഴ്സ്, ഹാപ്പി ലേണേഴ്സ് ബിൽഡ് എ സ്ട്രോങ് ഫ്യൂച്ചർ. താങ്ക് യു.